ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലത്തെ ഇലയട എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ഫുള്ള് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ശർക്കര നല്ലതുപോലെ ചീകി എടുത്തിട്ടുണ്ട്. അതായത് ശർക്കര നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര തേങ്ങയായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇലയുടെ എത്ര എണ്ണമാണോ നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ശർക്കരയും തേങ്ങയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കരണ്ടി കൊണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിനകത്ത് മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദാപ്പൊടി ഇവിടെ 2.5 കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കൈ കൊണ്ട് നല്ലതുപോലെ മാവുമായിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ പച്ചവെള്ളം തന്നെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ കൈ കൊണ്ടിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദാപ്പൊടിയിൽ നല്ലതുപോലെ വെള്ളം പിടിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി മറ്റൊരു പാത്രത്തിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മാവൊക്കെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്കിവിടെ മാവ് കിട്ടേണ്ടത്. അപ്പോൾ ഇലയിൽ മാവൊക്കെ നല്ലതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. കനം കുറച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഒരുപാട് കനത്തിന് വെച്ച് കൊടുക്കരുത്. ഇനി ആ പാത്രത്തിനകത്തോട്ട് ഇടയ്ക്കൊന്ന് കൈയൊന്ന് മുക്കിയിട്ട് ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി നേരത്തെ എടുത്ത് വെച്ചിരുന്ന ശർക്കരയും തേങ്ങയും കൂടെ ഈ മാവിൻ്റെ സെൻറ്ററിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നല്ലതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇല ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള മാവും കൂടെ മറ്റുള്ള ഇലയ്ക്കകത്ത് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കൊരു 8 ഇലയുടെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിനകത്തോട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെയാണ് ഞാനിവിടെ ആവിയേറ്റി എടുക്കുന്നത്. ഊട്ടപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇലയിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെയാണ് ആവിയേറ്റി എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഫില്ല് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ഇലയുടെയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് സമയത്തേക്കെങ്കിലും ഒന്ന് ആവി ഏറ്റിയെടുക്കാം. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലയുടെ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇല ഇങ്ങനെ മാറ്റി കൊടുക്കുന്ന സമയത്ത് ആ ഇലയിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇളകി പോരുമ്പോഴാണ് അത് വെന്തതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെയാണ് ഞാനിവിടെ മുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.